താരസംഘടനയായ അമ്മയിലെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി 296 പേരാണ് വോട്ട് ചെയ്തത്. 4 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഫലപ്രഖ്യാപനമുണ്ടാകും. തനിക്കെതിരായ ആരോപണങ്ങൾ തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നും സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെയെന്നും നടൻ ബാബുരാജ് പറഞ്ഞു. പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ്, ഈ കേസ് കൊടുത്തതിന്റെ പിന്നിൽ ആരാണ്, ഇതെല്ലാം അവർ കണ്ടുപിടിക്കണം. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തിപ്പോവും. സംഘടന എന്നല്ല, അഭിനയം നിർത്തിപ്പോവും. ഞാൻ ശ്വേതയോട് പറഞ്ഞു, ശ്വേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ്, ശ്വേതയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ എന്താ പറയുക, എന്നെക്കുറിച്ച് എന്തും പറയാം, പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. ഇപ്പോൾ ഞാൻ ഭീകരനാണ്, ഇതാണെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ്. മുസീന സൂണ്ട് വിവരങ്ങൾ നൽകാനായി. മുസീന, താരസംഘടനയുടെ പുതിയ നേതൃത്വത്തിന്റെ ഈ ഫലപ്രഖ്യാപനം എപ്പോഴേക്കായിരിക്കും വരുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അജയ്, ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച അമ്മ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് 10 മണിക്കാണ് ആരംഭിച്ചത്. ഇപ്പം അല്പസമയം മുൻപ് വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ആകെ 269 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സാധാരണഗതിയിൽ 506 പേർക്കാണ് വോട്ട് ഇവിടെ ഉള്ളത്. എന്താണെങ്കിലും ഈ നിലവിലെ നമുക്കറിയാം, അമ്മയിലെ ഒരുപാട് വിവാദങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിൽ ആണ് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു ഭാരവാഹി തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ, അതുപോലെ തന്നെ ദേവൻ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ തുടങ്ങിയവരാണ് മത്സരരംഗത്തുള്ളത്. എന്താണെങ്കിലും എല്ലാവരും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. മോഹൻലാൽ അടക്കം പ്രമുഖ താരങ്ങൾ പലരും എത്തിയിരുന്നു. യുവതാരങ്ങളായ ടോവിനോ തോമസ്, ജയസൂര്യ അടക്കം നിരവധി പേർ എത്തിയിരുന്നു. എന്താണെങ്കിലും ഏറെ ആവശ്യകതകൾ മാറ്റിവെച്ചുകൊണ്ട് ശ്രീനിവാസൻ അടക്കമുള്ള താരങ്ങൾ ഇവിടെ നമുക്ക് കാണാമായിരുന്നു. പ്രായമുള്ള മുതിർന്ന താരങ്ങളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അതെല്ലാം നമുക്ക് ദൃശ്യങ്ങളുണ്ട്. പലരും പ്രതികരണങ്ങൾ നൽകുകയും ചെയ്തു. എന്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 506 വോട്ടുള്ളിടത്ത് 296 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, നേരത്തെ ജനറൽ ബോഡി യോഗത്തിനോടനുബന്ധിച്ചാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു നിലവിലെ വിവാദത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേകമായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു കൊച്ചിയിലെ തന്നെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്നതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൻ്റെ പ്രാതിനിധ്യം കുറവാണ്. എങ്കിൽ കൂടിയും 296 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെ കൂടി ആരാണ് അമ്മയുടെ അമരത്തേക്ക് എന്നുള്ള അത് നമുക്ക് കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകും. 4 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ ഫലം പ്രഖ്യാപിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന് തന്നെ കാണണം. അമ്മയുടെ അമരത്തേക്ക് ശ്വേതാ മേനോനും അതുപോലെ തന്നെ കുക്കു പരമേശ്വരനും ഒക്കെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയായും ഒക്കെ തന്നെ വന്ന് ചരിത്രം കുറിക്കുമോ, അതോ ദേവൻ പ്രസിഡന്റ് ആകുമോ, രവീന്ദ്രൻ ജനറൽ സെക്രട്ടറി ആകുമോ എന്നതൊക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ഒരു ചിത്രം വ്യക്തമാകും. അജയ്, അപ്പോൾ തന്നെ മുസീന, ഈ ബാബുരാജിന്റെ ഒരു പ്രസ്താവനയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. അതായത് തനിക്കെതിരായ ആരോപണങ്ങൾ തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നും എന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് ഇന്ന് വരാനുള്ള ഒരു കാരണം? നമുക്കറിയാം, നേരത്തെ മത്സര രംഗത്തുണ്ടായിരുന്നതാണ് ബാബുരാജ്. അദ്ദേഹം അവസാന നിമിഷമാണ് ഈ നാമനിർദ്ദേശ പത്രിക ഒക്കെ പിൻവലിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്ക് വഴി അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. അന്നും പറഞ്ഞിരുന്നത് അമ്മയുടെ ഭാരവാഹിയായി കുറേ നാൾ ഉണ്ടായിരുന്നു. ഇത്തവണ മത്സരരംഗത്തേക്ക് നാമനിർദ്ദേശം കൊടുക്കാനുണ്ടായ കാരണം തന്നെ പല നടീനടന്മാർ തന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അത്തരത്തിൽ തനിക്ക് ഒരു പൊതുസമ്മതി, ഒരു സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് കരുതി തന്നെയാണ് താൻ മത്സരരംഗത്ത് കൊണ്ടുവന്നത്. പക്ഷേ ഇത്തരത്തിൽ തനിക്കെതിരായ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. തന്നെ ഏറെ വേദനിപ്പിച്ചു. അത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ താൻ അഭിനയം തന്നെ നിർത്തുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ സെയിം പ്രതികരണം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടത്തിയതിനു ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ പ്രതികരണമായി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ശ്വേതാ മേനോനുള്ള പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്വേതയുമായി തനിക്ക് വലിയ രീതിയിലുള്ള സൗഹൃദമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ അകത്ത് പറയേണ്ടതാണ്. ഇനി അടുത്ത യോഗത്തിൽ താൻ ഈ നിലവിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി ഉന്നയിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മുസീന സൂണ്ട് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.